പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2022 മുതൽ രാജ്യസഭാംഗവും കഴിഞ്ഞ 5 വർഷക്കാലമായി DYFI എന്ന് പറയുന്ന CPMൻ്റെ യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമാൻ A. റഹീം ഈ കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ബാംഗ്ലൂരിൻ്റെ ചില ഭാഗങ്ങൾ ഇടിച്ചു നിരത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ സന്ദർശന വേളയിൽ അദ്ദേഹം നടത്തിയ ഇംഗ്ലീഷ് പ്രതികരണം ചെറുതല്ലാത്ത ചർച്ചയ്ക്ക് ആണ് കാരണമായിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ട്രോള് ചെയ്യപ്പെടുകയാണ് A. റഹീം. അടുത്ത കാലത്തെങ്ങും ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും വലിയ ഒരു വിമർശനത്തിനും പരിഹാസത്തിനും ട്രോളിനുമൊക്കെ പാത്രീഭൂതമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. സുഹൃത്തുക്കളെ, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ആ കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ശ്രീമാൻ A. റഹീം പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. But government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit in Karnataka city regarding this. How many of them? So, so the government. So because why did the here? Why only the pure? Why only the pure? Why only the pure? So you have courage, the Siddaramaiah, to go bulldozer Raj with. കേട്ടല്ലോ, ഇതാണ് ശ്രീ A. റഹീം പറഞ്ഞത്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായിരുന്നു പശ്ചാത്തലം എന്ന് പറയുന്നത്, ബാംഗ്ലൂർ സിറ്റിയിൽ ഏതാണ്ട് 5 ഏക്കർ സ്ഥലത്ത് ഉണ്ടായിരുന്ന കുറേ അനധികൃത നിർമ്മാണങ്ങൾ അത് കർണാടക സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തും. അവിടെ ആ പ്രദേശത്ത് ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, അവിടെ കടകളൊക്കെ ഇട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. അവരുടെയൊക്കെ വാസസ്ഥലവും അവരുടെയൊക്കെ കച്ചവട സ്ഥലവുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടിച്ചു നിരത്തപ്പെട്ടത്. ആ ഇടിച്ചു നിരത്തപ്പെട്ട സ്ഥലത്ത് CPMൻ്റെ ഒരു രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ശ്രീമാൻ A. റഹീം അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകനാണെന്ന് വന്നിട്ട് പറയുന്നു, ഇത് സർക്കാരിൻ്റെ സ്ഥലമാണ്, അതുകൊണ്ട് അത് അനധികൃതമായിട്ട് കയ്യേറിയതാണ്. ആ കയ്യേറിയ ആ സ്ഥലം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, അതിനകത്ത് അനധികൃതമായി ഒന്നുമില്ല എന്ന് ഒരു പ്രാദേശിക ഒരു ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ A. റഹീമിനോട് ചോദിക്കും. അപ്പോൾ A. റഹീം പറയണമെന്ന് ആഗ്രഹിച്ചത് എന്തായിരുന്നു നമുക്ക് ആദ്യം നോക്കാം. അദ്ദേഹം പറയണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു ഓഡിറ്റ് എടുത്ത് നോക്കൂ, ഒരു ഓഡിറ്റ് നടത്തി നോക്കൂ. ഇവിടെ അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളാണുള്ളതെങ്കിൽ ഒരു ഓഡിറ്റ് നടത്തി നോക്കിയാൽ പണക്കാരുടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇടിച്ചു നിരത്തപ്പെടുന്നില്ല, പാവപ്പെട്ടവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇടിച്ചു നിരത്തപ്പെടുന്നത് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാണ് നമുക്ക് ബോധ്യമാകുക. അതിനുശേഷം ഏതോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ദരിദ്രരാണ്, അവിടെ ആ ദരിദ്രരുടെ വാസസ്ഥലങ്ങളും കച്ചവട സ്ഥലങ്ങളും ഒക്കെയാണ് ഇടിച്ചു നിരത്തപ്പെട്ടത് എന്ന് പറയുമ്പോൾ പുവർ എന്ന് പറയുമ്പോൾ അത് പ്യുവർ എന്നാണ് ഇയാൾ പറയുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് അയാൾ പറയാൻ ശ്രമിച്ചത് എന്താണ് എന്നുള്ളത് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ അയാൾ പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അയാൾക്ക് അല്ലെങ്കിൽ A. റഹീമിന് ഈ മിനിമം ഇംഗ്ലീഷിൽ തട്ടിമുട്ടിപ്പോലും അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതീവ ഗുരുതരമല്ലേ സുഹൃത്തുക്കളെ? ഇപ്പം ഇംഗ്ലീഷിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഉപയോഗം
നല്ല ഇംഗ്ലീഷ്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പറയുന്നവരുണ്ട്, സാമാന്യം തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറയുന്നവരുണ്ട്. ഇനി തട്ടിമുട്ടിയാണെങ്കിൽ പോലും താൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവരുണ്ട്. ഈ തരത്തിൽ എല്ലാ തരത്തിലുള്ള ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ താൻ പറയുന്ന കാര്യം എന്താണെന്ന് ഒരു 1/4% പോലും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ സ്തംഭിച്ചു പോയി. ഇയാൾ ഇത്രയും വിവരമേ ഇയാൾക്കുള്ളോ എന്നറിഞ്ഞപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അതിനെ തുടർന്ന് അയാളുടെ വിക്കിപീഡിയയിൽ അയാളെക്കുറിച്ചിട്ട് ഞാൻ ഒന്ന് നോക്കുകയായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തായപ്പോൾ എനിക്ക് പെരുത്തു പോയി. സത്യം പറഞ്ഞാൽ അയാൾ വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ നമ്മൾ നോക്കണം. അയാൾ കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിരുന്നു. അതിനുശേഷം അയാൾ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. 2011 അയാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു വർക്കല അസംബ്ലിയിൽ. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അയാൾ. അതിനുശേഷം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 5 വർഷക്കാലമായി DYFI എന്ന് പറയുന്ന CPMൻ്റെ യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും 2022 മുതൽ അയാൾ രാജ്യസഭാ അംഗവുമാണ്. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയാണ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്രയേറെ സ്ഥാനങ്ങൾ വഹിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മൾ നാണം കെട്ട് തലകുനിച്ചു പോകുന്ന നിലയിൽ അത്ര ദയനീയമായി അയാൾ പ്രതികരിച്ചത് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ സ്തംഭിച്ചു പോവുക സുഹൃത്തുക്കളെ. അയാൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അയാൾ DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട്, DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറിമാരുമൊക്കെ ആയിട്ട് അയാൾ സംവദിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും അയാൾ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതിലുപരിയായി അയാൾ 3 വർഷക്കാലമായി അയാൾ രാജ്യസഭാ അംഗമാണ്. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക. രാജ്യസഭാ അംഗമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി അയാൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി. കഴിഞ്ഞ 3 വർഷക്കാലമായി അയാൾ രാജ്യസഭാ അംഗമാണ്. അവിടെയൊക്കെ ഇത്രയും വിവരം പോലും, ഇത്രയും ഇംഗ്ലീഷ് പരിജ്ഞാനം പോലും ഇല്ലാത്ത ഇയാൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ അതിദയനീയമായിട്ടുള്ള തകർച്ചയല്ലേ ഇതിലൂടെ പറയും. ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ലോകത്ത് ഒന്നാം നമ്പർ 1 എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ ഈ റഹീം പറയുന്നത് കേട്ടിട്ട് ലജ്ജിച്ച് തലകുനിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇയാൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് പോലും. ഇയാൾ 3 വർഷക്കാലമായി യഥാർത്ഥത്തിൽ രാജ്യസഭാംഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രാജ്യസഭാംഗം എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ തെറ്റില്ലാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് നിർണായകമല്ലേ രാജ്യസഭയിലൊക്കെ. നമ്മൾ NK പ്രേമേന്ദ്രനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. NK പ്രേമേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷ് ഉപയോഗത്തിൻ്റെ അങ്ങേ അറ്റമൊന്നുമല്ല. പക്ഷേ എത്ര ഫലപ്രദമായിട്ടാണ് NK പ്രേമേന്ദ്രനൊക്കെ രാജ്യസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ എത്രയോ നേതാക്കന്മാരെ, ബെന്നി ബെഹനാൻ, അങ്ങനെ എത്രയോ പേര് അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇയാളെ നോക്കി വായിച്ചാണ് രക്ഷപ്പെടുന്നത്. പക്ഷേ ഇത്ര ദയനീയമാണ് ഇയാളുടെ ഇംഗ്ലീഷ് ഉപയോഗം എന്ന് കാണുമ്പോൾ നമുക്ക് എങ്ങനെ ലജ്ജിച്ച് തലകുനിക്കാതിരിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട വേറൊരു വിഷയമുണ്ട്. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, MA ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി. 2, അയാളൊരു നിയമ ബിരുദധാരിയാണ്. അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനകത്തേക്ക് പോകുന്നതിന് കുറച്ച് മുമ്പ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ അയാൾ PhD കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2011 മുതൽ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഏതാണ്ട് 3-3.5 ലക്ഷം രൂപ ഫെലോഷിപ്പായിട്ട് മേടിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ MA ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്ത, LLB എടുത്ത ഒരാളാണ് ഇത്രയും പൊട്ടത്തരം അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. ഒരു 4 വാചകം പോലും ഇംഗ്ലീഷിൽ പറയാൻ കഴിയാത്തൊരു മനുഷ്യൻ. ഒരു ട്രോള് കണ്ടത് തൊണ്ടയിൽ നിന്ന് വാക്ക് കിട്ടാതെ മരണവെപ്രാളം, തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി മരണവെപ്രാളം കാണിക്കുന്ന റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രോള് ഞാൻ കണ്ടു.
യഥാർത്ഥത്തിൽ ഏതാണ്ടൊരു 3-4 വാചകം പറഞ്ഞാൽ മതിയായിരുന്നു. ആ 3-4 വാചകം പറയാനുള്ള പരിജ്ഞാനം പോലും അയാൾക്ക് ഇംഗ്ലീഷിൽ ഇല്ല സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള ഒരാൾ LLB ഡിഗ്രി എടുത്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത്. ഇതുപോലെ 4 വാക്ക് പോലും ഇംഗ്ലീഷിൽ പറയാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇത് നിയമബിരുദം എടുത്തത്? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? കാരണം ഞാനും ഒരു നിയമബിരുദധാരിയാണ്. ഞാനതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിയമബിരുദം എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരുത്തനാണ് ഞാൻ. എനിക്ക് സാമാന്യം തെറ്റില്ലാതെ ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണ്, പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. നിയമബിരുദം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ എഴുതലും ഉണ്ട്, വൈവയുണ്ട്, സെമിനാറുകൾ പ്രസൻറ്റേഷനുണ്ട്, മൂട്ട് കോർട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇംഗ്ലീഷ് പറയേണ്ടതുണ്ട്. അവിടെയൊക്കെ ഇയാൾ എന്ത് പറഞ്ഞിട്ട് ഇയാൾ എങ്ങനെയാണ് അവിടെയൊക്കെ പാസ്സായത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് അയാൾക്ക് പാസ്സായത്? 4 വാക്ക് പോലും ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല സുഹൃത്തുക്കളെ. അപ്പം മൂട്ട് കോർട്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ നമ്മുടെ വാദം, മൂട്ട് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോടതിയാണ്. നമുക്കവിടെ ഒരു വിഷയം തരികയാണ്. ആ വിഷയം നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആർഗ്യൂ ഔട്ട് ചെയ്യണം. നമ്മളൊരു കോടതിയിൽ ഒരു അഭിഭാഷകൻ ആർഗ്യൂ ചെയ്യുന്ന പോലെ. ഇയാൾ എങ്ങനെയായിരിക്കും, ഇയാൾ അതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒരു സംശയം വേണ്ട, അത് ചെയ്തിട്ടുണ്ടാവില്ല. വൈവയിൽ നമ്മളിവിടെ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ മറുപടി പറയണം. അയാൾ അത് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. എല്ലാ സെമസ്റ്ററിലും സെമിനാർ പ്രസൻറ്റേഷൻ ഉണ്ട് സുഹൃത്തുക്കളെ, അതായത് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ നോക്കി വായിക്കായിരിക്കും ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പറയാനറിയാത്ത ഇയാൾക്ക് എങ്ങനെയാണ് എഴുതാൻ അറിയുക? എനിക്കറിയില്ല. ഇനിയിപ്പം എഴുതാൻ അറിയാം, നല്ലപോലെ എഴുതാൻ അറിയാം, പറയാനറിയാത്തതാണെന്ന് ചിലപ്പം വിശദീകരണങ്ങൾ, കമ്മികൾ ചിലപ്പോൾ കാപ്സ്യൂളുകളായിട്ട് വന്നിരിക്കും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇത്ര മോശമായി ഇംഗ്ലീഷ് പറയുന്ന 4 വാചകം പോലും ഇംഗ്ലീഷിൽ പറയാൻ അറിയാത്ത ഒരാൾ LLBയുടെ പരീക്ഷകൾ എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ അത് കൃത്രിമത്വത്തിൽ കിട്ടിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേറെ വല്ലവരും എഴുതി പാസ്സാക്കിച്ചാണെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. പിന്നെ അത് നടന്നാൽ പോലും അത്ഭുതമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ആണ് ഇയാളുടെ ഡിഗ്രി എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ലോ അക്കാഡമി. ലോ എന്ന് പറഞ്ഞാൽ LOW അല്ല, LAW. അവിടെ നിന്ന് നിയമബിരുദം എടുത്തിട്ടുള്ള ഇടത് വലത് ആളുകളുടെയൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഇയാളുടെ LLB ഡിഗ്രി. അതുകൊണ്ട് ഇയാൾ എഴുതിയ പരീക്ഷയുടെ പേപ്പറുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും ഇയാൾ എന്താ എഴുതി വച്ചിരിക്കുന്നത്, ഇയാളാണോ എഴുതിയത് അല്ലെങ്കിൽ വേറെ വല്ലവരും ആണോ എഴുതിയതെന്നൊക്കെ. അതുകൊണ്ട് ഇത്രയും ദയനീയമായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ മാത്രം അറിയാവുന്ന ഇയാൾക്ക് എങ്ങനെ LLB ബിരുദം കിട്ടിയെന്നുള്ളതിന് ലോ അക്കാദമിയും അന്ന് അതിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന ശ്രീമതി ലക്ഷ്മി നായരും മറുപടി പറയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ അയാളുടെ ആ പരീക്ഷ പേപ്പറുകളൊക്കെ പുറത്തേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ടതാണ്. പരീക്ഷ പേപ്പർ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അറിയാം ഇയാൾ എങ്ങനെയാണ് ആ പരീക്ഷ എഴുതിയതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇയാളെപ്പോലുള്ള ആളുകളെ, നിലവാരമില്ലാത്ത ആളുകൾക്ക് പോലും നിയമബിരുദം കൊടുക്കാൻ കഴിവുള്ള ഒരു വലിയ മഹാസ്ഥാപനമാണ് ലോ അക്കാഡമി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രീമതി ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ ആ നിയമ പണ്ഡിത അതിൻ്റെ ഡയറക്ടറായിരുന്ന സമയത്താണ് ഇയാൾ അവിടുന്ന് LLB പാസ്സായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിയമബിരുദ മേഖലയ്ക്ക് പോലും ഇയാളൊരു അപമാനമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ CPM-നകത്ത് നിലനിൽക്കുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. നന്നായി ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന ആളുകൾ CPM-ൽ ഇല്ലാഞ്ഞിട്ടാണോ ഇതുപോലുള്ള പൊട്ടത്തരം മാത്രം വിളിച്ച് പറയുന്നവരെ ഇതുപോലുള്ള സ്ഥാനത്തേക്കൊക്കെ കൊണ്ടിരുന്നത്? ഏതോ ചില മാധ്യമ പുങ്കവന്മാർ പറയുന്നത് കണ്ടു, അയാളുടെ ഭാഷ മോശമാണെങ്കിലും അയാളുടെ പ്രതിബദ്ധത എന്നൊക്കെ പറഞ്ഞൊക്കെ ചുമ്മാ അസംബന്ധമാണ്. അതൊക്കെ അയാളുടെ പ്രതിബദ്ധതയാണോ പ്രധാനം? അയാൾക്ക് ഇത് പറയാൻ അറിയണ്ടേ? പ്രത്യേകിച്ച് ഒരു രാജ്യസഭാംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നിർണായകമല്ലേ? കാരണം ഒരു രാജ്യസഭാംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ രാജ്യസഭയല്ലേ. ആ രാജ്യസഭയിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു രാജ്യസഭാംഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമല്ലേ സുഹൃത്തുക്കളെ? 3 വർഷമായി ഇയാൾ ഡൽഹിയിൽ കിടക്കുകയാണ്. ഇയാൾ എന്ത് പൂക്കാച്ചലയാണ് അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. 5 വർഷക്കാലമായി DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഡൽഹിയിൽ കിടന്ന് പ്രവർത്തിക്കുകയാണ്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അതുകൊണ്ട് ഇത് പല കാര്യങ്ങളും നമ്മൾക്ക് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. CPM-നകത്ത് നിലനിൽക്കുന്ന അതിദയനീയമായിട്ടുള്ളൊരവസ്ഥ.
കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ അതിദയനീയമായിട്ടുള്ളൊരവസ്ഥ. ആർക്ക് ചെന്നാലും LLB എടുത്ത് കൊടുക്കുന്ന ലോ അക്കാദമി എന്ന് പറഞ്ഞ ഒരു LOW അക്കാദമിയുടെ അവസ്ഥ, ഇതൊക്കെ ഇതിനകത്തു കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഇയാളുടെ ഈ നിയമബിരുദവുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറുകൾ, പരീക്ഷാ പേപ്പറുകൾ എല്ലാം പൊതുമണ്ഡലത്തിലേക്ക് വരേണ്ടതാണ്. ഇതുപോലെയുള്ള നിലവാരത്തിന് തൊട്ടു തീണ്ടാത്ത നേതാക്കന്മാർക്ക്, അവരിടതായാലും വലതായാലും അവർക്കെല്ലാം നിയമബിരുദം കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ലോ അക്കാദമി എന്നും ഇതിനകത്തൂടെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ ഈ കാണിച്ച ഇയാളുടെ നിലവാര തകർച്ചയ്ക്ക്, ഇയാൾ ഈ കാണിച്ച ഈ പറഞ്ഞ പൊട്ട ഭാഷയ്ക്ക്, നമ്മളെല്ലാവരും ലജ്ജിച്ച് തലകുനിച്ചു പോകുന്ന ഈ ഒരു ഭാഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഉത്തരവാദിത്വം ലോ അക്കാദമിയുടെ മുൻ ഡയറക്ടറായിരുന്നിട്ടുള്ള ലക്ഷ്മി നായർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇയാളൊരു ഇംഗ്ലീഷ് ട്യൂഷന് പോകണം, ഇയാൾ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. അല്ലെങ്കിൽ നാണം കെടുന്നത് കേരളം ഒന്നാകെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാജ്യസഭാംഗമാണ് ഇയാളെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അതിദയനീയമാണ് ഈ അവസ്ഥ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.